നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിൽ മീറ്റിൽ ബഹളം. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കൗൺസിലർമാർ കൗൺസിൽ മീറ്റ് ബഹിഷ്കരിച്ചു. തൊടുപുഴ നഗരവും പ്രാന്തപ്രദേശങ്ങളും നാളിതുവരെ ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. അതിർത്തി കടന്ന് ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന മദ്യത്തിലും രാസലഹരികൾ ചേർക്കുന്നതായുള്ള നാട്ടുഭാഷ്യം വൻ ദുരന്തത്തിലേക്ക് കടക്കാൻ സാധ്യതയുളവാക്കുന്നു. തൊടുപുഴ പുഴയോരം റോഡ് ബൈപ്പാസിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വണ്ണപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ദിവ്യ അനീഷ് വിജയിച്ചു. 17-അംഗ ഭരണസമിതിയിൽ 9 വോട്ട് ദിവ്യയ്ക്ക് ലഭിച്ചു. ദിവ്യ അനീഷ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തു. ഉല്ലാസയാത്രയിലൂടെ ഹിറ്റടിച്ച് തൊടുപുഴ KSRTC ഡിപ്പോ. കഴിഞ്ഞ വർഷം 86 സർവീസുകളാണ് ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി വിവിധ മേഖലകളിലേക്ക് തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് നടത്തിയത്. വാർത്തകൾ വിശദമായി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിൽ മീറ്റിൽ ബഹളം. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കൗൺസിലർമാർ കൗൺസിൽ മീറ്റ് ബഹിഷ്കരിച്ചു. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലെ കുഴികൾ അടയ്ക്കാൻ നടപടിയെടുക്കാത്തതിൽ വാർഡ് കൗൺസിലറായ മുഹമ്മദ് അഫ്സൽ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് കൗൺസിലിൽ ബഹളമുണ്ടായത്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിൽ മീറ്റിനിടെ ബഹളം. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന വാർഡ് കൗൺസിലർ കൗൺസിൽ മീറ്റിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ചെയർപേഴ്സൺ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല. ചെയർപേഴ്സന്റെ ഈ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് പറഞ്ഞുകൊണ്ട് വാർഡ് കൗൺസിലറായ മുഹമ്മദ് അഫ്സൽ ഇരിക്കുവാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് കൗൺസിൽ മീറ്റിൽ ബഹളമുണ്ടായത്. ഏകദേശം 45 മിനിറ്റോളം കൗൺസിൽ മീറ്റിൽ എഴുന്നേറ്റ് നിന്നെങ്കിലും ചെയർപേഴ്സൺ പ്രതികരിച്ചില്ലെന്ന് മുഹമ്മദ് അഫ്സൽ പറഞ്ഞു. കൗൺസിൽ കൂടുന്ന സമയത്ത് ആ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൻ്റെ ഈ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തണമെന്നും ഇതിൻ്റെ പേരിൽ ഒരു ചിത്രമൊന്നും എടുക്കരുതെന്നും തൊടുപുഴയുടെ കിഴക്കൻ മേഖലയിലേക്ക് കാലാകാലങ്ങളിലുള്ള ഭരണാധികാരി വർഗ്ഗങ്ങളെല്ലാം ചെയ്യുന്ന അവഗണനയെക്കുറിച്ച് ആ നാട്ടുകാർക്ക് വലിയ പരാതിയുണ്ടെന്നും 2 ബസ് സ്റ്റാൻഡുണ്ട് എന്ന് ഞാൻ പറഞ്ഞതുപോലെ മറ്റേ ബസ് സ്റ്റാൻഡിൽ എന്തെങ്കിലും ഒരു ചെറിയ വർക്കുള്ളപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു അപാകത ഉള്ളപ്പോൾ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് ചെയ്യുന്നതിനും അത് പരിഹരിക്കുന്നതിനും നഗരസഭ പലപ്പോഴും വലിയ താല്പര്യം കാണിക്കാറുണ്ട്. പക്ഷേ ഈ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് ഇത്തരത്തിൽ ഒരു മരണക്കിണർ പോലെ രൂപപ്പെട്ടിരുന്ന വലിയൊരു കുഴി രൂപപ്പെട്ടിട്ട് 2-3 കുഴികൾ രൂപപ്പെട്ട് ബസ്സുകൾ അതിനകത്ത് കയറാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അത്രയും സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് ആവശ്യപ്പെട്ടപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ ചെയറിൽ നിന്നോ അത് നന്നാക്കുന്നതിനാവശ്യകരമായ ഒരു സമീപനം എടുക്കുന്നില്ല എന്ന് എനിക്ക് അല്ലെങ്കിൽ ആ കൗൺസിലിന് ബോധ്യപ്പെടുകയുണ്ടായി. അത് തീരുമാനമുണ്ടാകാതെ ഞാൻ ഈ കൗൺസിലിൽ ഇരിക്കില്ല എന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഏതാണ്ട് 3/4 മണിക്കൂറോളം ഞാൻ നിന്നതല്ലാതെ ചെയറിൽ നിന്നോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നോ അതൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രാമുഖ്യം കണ്ടുകൊണ്ട് അത് നന്നാക്കാം എന്നൊരു ഉറപ്പ് എനിക്ക് ലഭിക്കുകയുണ്ടായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിക്ക് തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലിൽ അതിന് സാക്ഷിയാകേണ്ടി വന്നത്. ഒരു വാർഡിന്റെ മാത്രം പ്രശ്നമല്ല, തൊടുപുഴയുടെ മുഴുവൻ പ്രശ്നമാണ് എന്നതിനാൽ പ്രതിപക്ഷ കൗൺസിലർമാർ യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു. അടിയന്തര പ്രാധാന്യത്തോടെ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടിട്ടും നിസ്സംഗ മനോഭാവമാണ് ചെയർപേഴ്സൺ പ്രകടിപ്പിച്ചതെന്നും മാർച്ച് 31-ന് മുൻപ് തീർക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് ടെൻഡർ പൂർത്തീകരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നും കൗൺസിലറായ K. ദീപക് ആരോപിച്ചു. അതിനുവേണ്ട അടിയന്തര പ്രാധാന്യത്തോടുകൂടി ആ വിഷയത്തെ കാണണമെന്നും ഏറ്റവും പെട്ടെന്ന് ആ കാര്യത്തിൽ തീരുമാനമുണ്ടാവണമെന്ന് പറഞ്ഞിട്ട് പോലും ആ കാര്യം മുഖവിലേക്ക് എടുക്കാതെ ചെയർപേഴ്സൺ വളരെ നിസ്സംഗതയോടുകൂടി വളരെ ലാഘവത്തോടുകൂടി ആ വിഷയത്തെ കാണുകയാണ്. അതിൽ പ്രതിഷേധിച്ച് മുൻ ചെയർമാൻ സനീഷ് ജോർജിൻ്റെ നേതൃത്വത്തിലും അതുപോലെ കോൺഗ്രസിൻ്റെ മറ്റ് പല കൗൺസിലർമാർ CPMൻ്റെ മുൻ CPM കൗൺസിലറായ R. ഹരി അടക്കമുള്ള ആളുകളൊക്കെ ശക്തമായി അതിൽ പ്രതികരിക്കുകയുണ്ടായി. എങ്കിൽ പോലും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാമെന്നോ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നോ ചെയറിൽ നിന്ന് ഒരു അഭിപ്രായം പോലും ഉണ്ടായില്ല എന്നത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ഈ വർഷത്തെ പ്രോജക്റ്റുകൾ പോലും കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ പോലും അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും ഇവിടെ ചെയ്തിട്ടില്ല. മാർച്ച് 31-ന് മുമ്പ് പണി പൂർത്തീകരിക്കേണ്ട ഈ നഗരസഭയിലെ മുഴുവൻ റോഡുകൾ, അതുപോലെ തന്നെ ടെൻഡർ നടപടി പൂർത്തീകരിക്കേണ്ട സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ഒന്നും നടപടികൾ ഇതുവരെ ഒന്നും ആയിട്ടില്ലെന്ന് മാത്രമല്ല വർക്കുകൾ ടെൻഡർ ചെയ്യുന്നത് പോലും പൂർണ്ണമായി ഇതുവരെ ആയിട്ടില്ല. ഭരണപക്ഷത്തിലെ കൗൺസിലർ ഉന്നയിച്ച ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ കഴിയാത്തത് ചെയർപേഴ്സന്റെ പരാജയമാണെന്ന് BJP ആരോപിച്ചു.
ആ വാർഡിൻ്റെ കൗൺസിലറായ CPIയുടെ നേതാവ് അഫ്സൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് 0 അവറിൽ എഴുന്നേറ്റ് നിന്ന് 1 മണിക്കൂറിന് മുകളിൽ CPIയുടെ ഭരണപക്ഷ CPIയുടെ കൗൺസിലിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു. അതിനൊരു വ്യക്തമായ മറുപടി പറയാൻ പോലും CPMൻ്റെ ചെയർപേഴ്സൺ സബീന ബിജുവിന് സാധിച്ചില്ല. അതൊരു പരാജയമാണ്. ഏത് കൗൺസിലർ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും വ്യക്തമായ മറുപടി പറയുവാനുള്ള ബാധ്യത ചെയർപേഴ്സണുണ്ട്. ആ ചെയറിലിരിക്കുന്ന ആരായാലും. ഇതിനു മുമ്പ് ഇരുന്ന ചെയർപേഴ്സന്മാരും ചെയർമാന്മാരും ഒക്കെ വ്യക്തമായി 34 കൗൺസിലർമാരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഈ ചെയർപേഴ്സൺ വന്നതിന് ശേഷം വ്യക്തമായ ഒരു ഉത്തരം പറയുവാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല. സമ്പൂർണ്ണ പരാജയമാണ്. കിഴക്കൻ മേഖലയോടുള്ള അവഗണനയാണ് മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നതെന്ന് മുൻ ചെയർമാൻ സനീഷ് ജോർജ് ആരോപിച്ചു. വാർഡ് കൗൺസിലറുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കിഴക്കൻ മേഖലയിലുള്ള അവഗണന എന്ന് മാത്രമല്ല, ഈ തൊടുപുഴ നഗരത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പ്രദേശത്ത് മങ്ങാട്ടുപുഴ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ യാർഡ് അത് വളരെ മോശമായി കിടക്കുകയാണ്. അതിനെന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉന്നയിച്ചത് UDFൻ്റെ കൗൺസിലർമാരുടെ പിന്തുണയോട് കൂടിയ വന്നതൊന്നുമല്ല. ആ വാർഡിനെ പ്രതിദാനം ചെയ്യുന്ന CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് അഫ്സലാണ് എണീറ്റെന്ന് പറഞ്ഞത്. ഞങ്ങളാരും കൗൺസിലിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ കൗൺസിലിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. CPIയുടെ LDFൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മുതിർന്ന പങ്കാളിത്തമുള്ള ഒരു നേതാവ് കൂടിയാണ് മുഹമ്മദ് അഫ്സൽ. അദ്ദേഹമാണ് ആ വാർഡിനെ പ്രതിദാനം ചെയ്യുന്ന ആൾ. അദ്ദേഹം പറഞ്ഞപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് കൗൺസിൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുവാൻ ഇവിടുത്തെ ചെയർപേഴ്സണോ വൈസ് ചെയർമാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. പണമില്ലെങ്കിൽ ഇല്ല എന്നോ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് എന്തെങ്കിലും ചെയ്യാമെന്നോ പറയാതെ അദ്ദേഹം വളരെ ചോദ്യം ചോദിച്ചിട്ട് എണീറ്റ് നിൽക്കുന്നൊരു സ്ഥിതിയുണ്ട്. അതിന് കിഴക്കൻ മേഖലയിലെ കൗൺസിലർമാർ എന്തുകൊണ്ട് ആ ബസ് സ്റ്റാൻഡിനുള്ളിൽ അടിയന്തരമായി ചെയ്യാൻ സാധിക്കുന്നില്ല? ഈ നഗരസഭയിലെ പല പ്രവർത്തനങ്ങളും അവതാളത്തിലായി കിടക്കുകയാണ്, അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അടിയന്തര സാഹചര്യമായി നിന്നില്ലെങ്കിൽ ഇനി തൊടുപുഴ നഗരസഭയിൽ കൗൺസിൽ കൂടുകയോ മറ്റ് സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നാടിന്റെ പൊതുപ്രശ്നത്തിൽ പരിഹാരമില്ലാത്തത് നാട്ടുകാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം നിലവിലെ സ്ഥിതിക്ക് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കഞ്ചാവ് ബീഡി കത്തിക്കാൻ തീപ്പെട്ടി തേടി സ്കൂൾ വിദ്യാർത്ഥികൾ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഓഫീസിലെത്തിയ വാർത്ത ചിരിച്ചു തള്ളേണ്ടതല്ല. ഒരു പരിധിവരെ തൊടുപുഴ നഗരവും പ്രാന്തപ്രദേശങ്ങളും നാളിതുവരെ ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. അതിർത്തി കടന്ന് ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന മദ്യത്തിലും രാസലഹരികൾ ചേർക്കുന്നതായുള്ള നാട്ടുഭാഷ്യം വൻ ദുരന്തത്തിലേക്ക് കടക്കാൻ സാധ്യത ഉളവാക്കുന്നു. ഉദ്യോഗസ്ഥർ ഉറക്കത്തിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അരുൺ അരുപ്പുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു പരിധിവരെ തൊടുപുഴ നഗരവും പ്രാന്തപ്രദേശങ്ങളും നാളിതുവരെ ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. അതിർത്തി കടന്ന് ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന മദ്യത്തിലും രാസലഹരികൾ ചേർക്കുന്നതായുള്ള നാട്ടുഭാഷ്യം വൻ ദുരന്തത്തിലേക്ക് കടക്കാൻ സാധ്യത ഉളവാക്കുന്നു. നല്ല ശുദ്ധമായിട്ടുള്ള കള്ള് ലഭ്യമായിട്ടിരുന്ന പഴയകാല ഷാപ്പുകളുടെ ഓർമ്മയിൽ നിന്ന് ഇന്ന് അന്യ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ പുറത്തു നിന്നുമൊക്കെ കടന്നു വരുന്ന കള്ളിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിട്ടുള്ള അറിവ് ജനപക്ഷത്തു നിന്ന് കേൾക്കുവാനിടയായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കള്ള് ഷാപ്പുകളിൽ അതിനോട് അനുബന്ധിച്ചുള്ള ഹോട്ടൽ സമുച്ചയം കൂടി പണിത് യൂണിഫോം ഇട്ട കുട്ടികൾക്ക് പോലും അവിടെ മറ്റൊരു വൈതരണികളില്ലാതെ കടന്നു ചെല്ലാൻ പറ്റുന്ന പശ്ചാത്തലം ഒരുക്കി മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ആ ശുദ്ധമദ്യം എന്നുള്ള ആ ഗ്രാമീണ മദ്യം അത് ഇന്ന് ഒരു രാസവസ്തുവിൻ്റെ മിശ്രിതമായി മാറിയിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മുന്നോട്ട് വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഉറക്കത്തിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്കൂളുകളിലും കോളേജുകളിലും ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി പ്രത്യാഘാത ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഒരു പരിധിവരെ തൊടുപുഴ നഗരവും പ്രാന്തപ്രദേശങ്ങളും ലഹരി മരുന്നുകളുടെ നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പിടിയിൽ അമർന്നിരിക്കുകയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പോലീസ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കേവലമായിട്ട് ഇതിന് അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതായി മാധ്യമങ്ങളിൽ ചിലപ്പോഴൊക്കെ വാർത്ത വരുന്നു എന്നുള്ളതല്ലാതെ ഈ ഒരു പശ്ചാത്തലം ഇന്നും തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്.
പ്രത്യേകിച്ച് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ലഹരിയുടെ ഉപയോഗം അനിയന്ത്രിതമായി വ്യാപിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തെ വലിയ പ്രത്യാഘാതങ്ങൾ ഉളവാകുന്ന ഒരു ഭാവി കണ്ടുകൊണ്ടാണ് നമുക്ക് സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ കുട്ടികൾ അന്യദേശത്ത് നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന നിരവധി പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ അടക്കം അവരുടെ ഹോസ്റ്റൽ പ്രിമിസുകളും അവരുടെ സഞ്ചാരപഥങ്ങളുമെല്ലാം നിരീക്ഷണത്തിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഇത് നൽകുന്ന ആളുകളുടെ എല്ലാം മൊബൈൽ അത് കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് ആപ്തവാക്യം പോലെ പിടിക്കണമെങ്കിൽ സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കും. പക്ഷേ ഇത് റൂട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള പ്രത്യേക സ്ക്വാഡുകൾ പോലീസും എക്സൈസുമായി കപ്പിൾ ചെയ്തുകൊണ്ട് അതുപോലെ പൊതുപ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ഈ തൊടുപുഴ നഗരത്തിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സത്വര നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വരുന്ന തലമുറ ഇത്തരത്തിൽ സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ച് ബോധരഹിതരായി മാനസികമായി ചില വൈഷമ്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രദേശത്തെയും നാട്ടുകാരെയും സഹോദരരെയും തിരിച്ചറിയാത്ത ഒരു തലമുറയെ നമുക്ക് കാണേണ്ടി വരും. അതിൻ്റെ പരിണിത ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജില്ലയ്ക്ക് പുറത്തുനിന്നും കൊണ്ടുവരുന്ന കള്ളിൽ അമിത രാസലഹരി വസ്തുക്കൾ ചേർത്ത് കൊടുക്കുന്നതാണ് നാട്ടുഭാഷ്യം. ഇത് വൻ ദുരന്തത്തിലേക്കാണ് യുവതലമുറയെ നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പുഴയോരം റോഡ് ബൈപ്പാസിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം കൂടുതലാണ്. മാത്രമല്ല തൊടുപുഴയാറിന്റെ വശങ്ങളിൽ മദ്യപ സംഘങ്ങളും രാസലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരും തമ്പടിച്ചിരിക്കുന്നതും വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നതും പതിവാകുന്നു. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴ നഗരത്തിൽ വലിയ പ്രതീക്ഷയോടെ പണിത ബൈപ്പാസാണ് പുഴയോരം റോഡ് ബൈപ്പാസ്. ഇവിടെ ഡിവൈഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന ഡിവൈഡറുകൾ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം കൂടുതലാണ്. സ്ട്രീറ്റ് ലൈറ്റുകൾ ഇതുവരെ ഇവിടെ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. തൊടുപുഴയിലെ വലിയ പ്രതീക്ഷയായിരുന്ന പുഴയോരം റോഡാണ്. ഈ റോഡിൻ്റെ വശത്ത് പുഴയുടെ സൈഡിൽ ഫെൻസിങ് രൂപപ്പെടുത്താത്ത ഘട്ടത്തിലാണ് ഇതുപോലെയുള്ള ഡിവൈഡറുകൾ നിരവധി സ്ഥാപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഫെൻസിങ് രൂപപ്പെടുത്തിയ ഘട്ടത്തിൽ ഇവിടെ ഇത്തരത്തിൽ അമിതമായിട്ടുള്ള ഡിവൈഡറുകളുടെ ആവശ്യമില്ല എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ സാക്ഷ്യം. ഇത് പാപ്പൂട്ടി ഹാൾ മുതൽ പാലം വരെ ബ്രാഹ്മൺസ് വരെയുള്ള ദീർഘ യാത്രയിൽ നിരവധിയായിട്ടുള്ള ഡിവൈഡറുകളാണ് ഇവിടെ അശാസ്ത്രീയമായി സ്ഥാപിച്ചിരിക്കുന്നത്. പ്രധാന പ്രശ്നം രാത്രിയിൽ ഈ റോഡിൽ അന്ധകാരം ആണ് ബാക്കി പത്രമായിട്ടുള്ളത്. ഈ ഡിവൈഡറുകൾ ഇരിക്കുന്നത് പോലും ആളുകൾ അറിയുന്നില്ല. നിരവധി വാഹനങ്ങൾ ഈ ഡിവൈഡറുകളിൽ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ റോഡിൽ ഇന്ന് വരെ ഇതിൻ്റെ വശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നതിന് ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഈ റോഡിൻ്റെ വശങ്ങളിൽ തൊടുപുഴ ആറിൻ്റെ വശങ്ങളിൽ നിരവധിയായിട്ടുള്ള മദ്യപ സംഘങ്ങളും അതുപോലെ തന്നെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന സംഘങ്ങളും തമ്പടിച്ചിരിക്കുകയാണ് രാത്രി കാലയളവുകളിൽ. തൊടുപുഴയാറിന്റെ വശങ്ങളിൽ മദ്യപ സംഘങ്ങളും രാസലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരും തമ്പടിച്ചിരിക്കുന്നതും വാക്കേറ്റങ്ങൾ ഉണ്ടാക്കുന്നതും പതിവാകുന്നു. അടിപിടിയിൽ കലാശിച്ച് സമീപ വീടുകളിൽ ഓടിക്കേറിയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ ശക്തമായ പട്രോളിംഗ് ഇല്ലാത്തതാണ് ഒരു കാരണം. അധികാരികൾ വേണ്ട രീതിയിൽ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ വൻ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലെ കുഴികൾ യാത്രക്കാർക്ക് ദുരിതമേകുന്നു. നഗരസഭയുടെ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും നന്നാക്കാൻ നടപടിയെടുക്കാതെ അധികൃതർ. മഴ പെയ്താൽ കുഴികളിൽ നിറയുന്ന വെള്ളം വറ്റാൻ തന്നെ ദിവസങ്ങൾ വേണം. കെട്ടിക്കിടക്കുന്ന ഈ വെള്ളം ബസ്സുകൾ വരുമ്പോൾ യാത്രക്കാരുടെ ദേഹത്ത് തെറിക്കുന്നതും വലിയ പ്രശ്നമാണ്. കിഴക്കൻ മേഖലകളിലേക്കുള്ള എല്ലാ ബസ്സുകളും കയറിയിറങ്ങുന്ന ബസ് സ്റ്റാൻഡിനാണ് ഈ ദുരവസ്ഥ. ജില്ലാ ആശുപത്രി, ന്യൂമാൻ കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾക്കായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദിനംപ്രതി ഒട്ടേറെ പേരാണ് സ്റ്റാൻഡിലെത്തുന്നത്. കൂടാതെ മറ്റ് റൂട്ടുകളിൽ പോകേണ്ട യാത്രക്കാർ ബസ് ഇറങ്ങി അടുത്ത ബസ് കാത്തു നിൽക്കുന്നതും ഇവിടെ തന്നെയാണ്.
യാത്രക്കാർക്കും ബസ്സുകൾക്കും നേരെ ചൊവ്വേ സ്റ്റാൻഡിനകത്തുകൂടി സഞ്ചരിക്കാൻ കഴിയില്ല. നഗരസഭാ അധികൃതർ ഇനിയെങ്കിലും കുഴികൾ അടയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഈ സ്റ്റാൻഡിൽ ഭയങ്കര കുഴിയാണ്, എല്ലാ വർഷവും കുഴിയാണ്, മഴ പെയ്ത അപ്പം തന്നെ കുഴിയാണ്. എന്താണെന്നറിയില്ല, ഇത് കോൺക്രീറ്റുകളെ നിൽക്കുള്ളൂ. യാത്രക്കാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ത്രീ കഴിഞ്ഞോടെ വീഴാൻ പോയി, ബസ്സിൽ ഉറങ്ങി വീഴാൻ പോയി, ഭയങ്കര പ്രശ്നമാണ്. ഹലോ, ഈ റോഡ് ലോകത്ത് ശരിയാക്കൂല അവർ. 10 പ്രാവശ്യമായി ഈ സാധനം പൊളിഞ്ഞു കിടക്കാന്നിട്ട് ഞങ്ങൾ പരാതി കൊടുത്ത് മടുത്തു. ഇവിടെ അപകടം കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയാണ്. എന്നിട്ടും ഇവിടുത്തെ നിയമം ഒന്നും ചെയ്യണില്ല. 5 മാസം കൂടുമ്പോൾ സംഗതി പൊളിഞ്ഞു പോവുക. ഇവിടെ എപ്പോഴും അപകടം കാര്യങ്ങളും നടക്കണം. ആൾക്കാർ വണ്ടി സൈഡിൽ ചാടുമ്പോൾ റോഡിൽ കട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ തീരുമാനം ഉണ്ടാക്കുക. ന്യൂമാൻ കോളേജ് സ്വാശ്രയ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും ഫിലിം റിവ്യൂ മത്സരവും നടത്തി. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സിദ്ധാർത്ഥ് ആർ വൈലോപ്പിള്ളി പ്രശ്നോത്തരി മത്സരത്തിന് നേതൃത്വം നൽകി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് അധ്യക്ഷത വഹിച്ചു. ന്യൂമാൻ കോളേജ് സ്വാശ്രയ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും ഫിലിം റിവ്യൂ മത്സരവും കോളേജിൽ വെച്ച് നടത്തി. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സിദ്ധാർത്ഥ് ആർ വൈലോപ്പിള്ളി പ്രശ്നോത്തരി മത്സരത്തിന് നേതൃത്വം നൽകി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സാജു എബ്രഹാം, പ്രൊഫസർ ബിജു പീറ്റർ, കോളേജ് ബർസാർ ബെൻസൺ എൻ ആന്റണി, ഡിപ്പാർട്ട്മെന്റ് മേധാവി ശോഭ തോമസ് എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികൾക്കായി കൊമേഴ്സ് എക്സിബിഷൻ, സ്പോർട്ട് ഗെയിമുകൾ, വീഡിയോ ഗെയിമുകൾ എന്നിവ ഒരുക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ദിവ്യ അനീഷ് വിജയിച്ചു. 17-അംഗ ഭരണസമിതിയിൽ 9 വോട്ട് ദിവ്യയ്ക്ക് ലഭിച്ചു. ദിവ്യ അനീഷ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തൊടുപുഴ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ MA വിനേഷ് മുഖ്യ വാരണാധികാരിയായിരുന്നു. വണ്ണപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 11-ാം വാർഡ് അംഗം ദിവ്യ അനീഷ് വിജയിച്ചു. 17-അംഗ ഭരണസമിതിയിൽ 9 വോട്ട് ദിവ്യയ്ക്കും എതിർ സ്ഥാനാർത്ഥി 16-ാം വാർഡ് അംഗം CPM പ്രതിനിധി ജഗദമ്മ വിജയന് 5 വോട്ടും കിട്ടി. LDFിലെ 2 അംഗങ്ങൾ വോട്ടെടുപ്പിനെത്തിയില്ല. BJP അംഗം വൈകി എത്തിയതിനാൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വിജയിച്ച ദിവ്യ അനീഷ് സത്യപ്രതിജ്ഞ ചെയ്തു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവ്യ അനീഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ചുമതല ഏറ്റ് പ്രസിഡന്റ് ബിജു എം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോൺഗ്രസ് നേതാക്കളും ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും പഞ്ചായത്തിലെത്തി അനുമോദനങ്ങൾ അറിയിച്ചു.
തൊടുപുഴ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ MA വിനേഷ് മുഖ്യ ഭരണാധികാരിയായിരുന്നു. ഉല്ലാസയാത്രയിലൂടെ ഹിറ്റടിച്ച തൊടുപുഴ KSRTC ഡിപ്പോ കഴിഞ്ഞ വർഷം 86 സർവീസുകളാണ് ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി വിവിധ മേഖലകളിലേക്ക് തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് നടത്തിയത്. 45,44,910 രൂപയാണ് ഒരു വർഷത്തിനിടെ സംഘടിപ്പിച്ച ഉല്ലാസയാത്രകളിൽ നിന്ന് ഡിപ്പോയ്ക്ക് നേടാനായത്. ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി തൊടുപുഴയിൽ നിന്ന് കഴിഞ്ഞ വർഷം നടത്തിയ ഉല്ലാസയാത്രകളിൽ നിന്ന് KSRTC നേടിയത് മികച്ച വരുമാനം. കഴിഞ്ഞ വർഷം 86 സർവീസുകളാണ് ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി വിവിധ മേഖലകളിലേക്ക് തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് നടത്തിയത്. 3842 യാത്രക്കാരാണ് വിവിധ ഉല്ലാസയാത്രകളിൽ പങ്കെടുത്തത്. 45,44,910 രൂപയാണ് ഒരു വർഷത്തിനിടെ സംഘടിപ്പിച്ച ഉല്ലാസയാത്രകളിൽ നിന്ന് ഡിപ്പോയ്ക്ക് നേടാനായത്. ഈ വർഷം അന്തർ സംസ്ഥാന ഉല്ലാസയാത്രകളും ഡിപ്പോയിൽ നിന്ന് സംഘടിപ്പിച്ചു. കന്യാകുമാരി, മധുര എന്നിവിടങ്ങളിലേക്കാണ് അന്തർ സംസ്ഥാന യാത്ര നടത്തിയത്. വിനോദയാത്രയ്ക്കായി കുറഞ്ഞ നിരക്കിൽ വ്യത്യസ്ത പാക്കേജുകൾ ഒരുക്കുന്നതിനാൽ എല്ലാ സർവീസുകൾക്കും മുൻകൂർ ബുക്കിംഗ് നടത്തിയാണ് സഞ്ചാരികൾ കാത്തിരിക്കുന്നത്. പരമാവധി യാത്രക്കാരെ ഉല്ലാസയാത്രകളിൽ പങ്കെടുപ്പിക്കുവാൻ ജീവനക്കാരും മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. കൂടുതൽ പേരും കുടുംബസമേതമാണ് യാത്രകളിൽ പങ്കാളികളാകുന്നത്. കൂടാതെ സംഘമായി ട്രിപ്പ് ബുക്ക് ചെയ്യുന്നവരുമുണ്ടെന്ന് ഡിപ്പോ അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ വർഷം നമുക്ക് ബഡ്ജറ്റ് ടൂറിസം തൊടുപുഴയിൽ നിന്നും നമുക്ക് മെച്ചപ്പെട്ട യാത്രകളാണ് നമ്മൾ നടത്തിയത്. ഈ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്തർ സംസ്ഥാന സർവീസുകൾ ഉല്ലാസയാത്രയിലേക്ക് നമ്മൾ കന്യാകുമാരി ട്രിപ്പ് പോയി. അതുപോലെ തന്നെ നമ്മൾ കമ്പം, തേനി, മധുര ട്രിപ്പ് നമ്മൾ നടത്തി. ഇനി ഈ മാസം തന്നെ ജനുവരിയിൽ നമ്മൾ പുതുവർഷത്തോടനുബന്ധിച്ച് നമ്മൾ വേളാങ്കണ്ണി ട്രിപ്പ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗവി യാത്ര വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഉല്ലാസയാത്ര സർവീസ് നടത്താൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് കൊല്ലം സി അഷ്ടമുടി, അതുപോലെ തന്നെ സി കുട്ടനാട്, വേഗ തുടങ്ങിയ ബോട്ട് യാത്രകൾ നമുക്ക് നടത്താൻ സാധിച്ചു. പിന്നെ പ്രധാനമായിട്ടും മറ്റ് കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ വളരെയധികം യാത്രക്കാർ ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ ഇതിൽ പങ്കാളികളായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മെച്ചപ്പെട്ട വരുമാനം ലഭിച്ചു. യാത്രക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ലൊരു പ്രതികരണം ഉണ്ടായതിൻ്റെ പേര് മാത്രമാണ് നമുക്ക് ഇതുപോലെയുള്ളൊരു ട്രിപ്പുകൾ കൂടുതൽ നമുക്ക് നടത്താൻ സാധിച്ചത്. ഇനി ഈ വർഷം 2025 പുതിയ സ്ഥലങ്ങളിലേക്കാണ് ട്രിപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയ റൂട്ടുകൾ കണ്ടുപിടിച്ച് പുതിയ സ്ഥലത്തേക്ക് നമ്മൾ ട്രിപ്പുകൾ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ അടിപൊളി യാത്രയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഫീസ് നിരക്കുകളും ഭക്ഷണവും ഉൾപ്പെടെയുള്ള പാക്കേജുകളാണ് യാത്രക്കാർക്കായി ഒരുക്കുന്നത്. ഉല്ലാസക്കപ്പൽ യാത്ര, ജംഗിൾ സഫാരി, കടൽ, കായൽ സഫാരി, തീർത്ഥാടന കേന്ദ്രങ്ങളിലെ സന്ദർശനം തുടങ്ങിയ വ്യത്യസ്ത തരം ടൂർ പാക്കേജുകളാണ് KSRTC ഒരുക്കുന്നത്. ഏകദിന പാക്കേജാണ് കൂടുതലും നടത്തുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ റോഡിന് പര്യാപ്തമല്ലാത്തതിനാൽ ചെറിയ ഓർഡിനറി ബസ്സിലാണ് യാത്രയൊരുക്കുന്നത്. സി കൊച്ചി എന്ന പേരിൽ പുതിയ സർവീസും ഡിപ്പോയിൽ നിന്ന് കഴിഞ്ഞ മാസം ആരംഭിച്ചിരുന്നു. ഇതിനു പുറമെ പാഞ്ചാലിമേട്, തേക്കടി, രാമക്കൽമേട് എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ പാക്കേജും ആരംഭിക്കും. സെൻട്രൽ സോണിൽ ബജറ്റ് ടൂറിസം യാത്രകളിലൂടെ ഏറ്റവും കൂടുതൽ വരുമാന നേട്ടമുണ്ടാക്കിയതും തൊടുപുഴ KSRTC ഡിപ്പോയാണ്. ജില്ലയിൽ മൂന്നാർ, കട്ടപ്പന, നെടുങ്കണ്ടം, കുമളി, മൂലമറ്റം എന്നിവിടങ്ങളിൽ നിന്ന് ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. വണ്ണപ്പുറം പഞ്ചായത്ത് കേരള കോൺഗ്രസ് പ്രതിനിധി രാജീവ് ഭാസ്കർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. കാലാവധി തീരാൻ 10 മാസം ബാക്കി നിൽക്കെയാണ് അപ്രതീക്ഷിത രാജി. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നും രാജീവ് അറിയിച്ചെങ്കിലും പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല. കേരള കോൺഗ്രസ് പ്രതിനിധിയായ രാജീവ് ഭാസ്കരൻ ആദ്യ ടൈമിൽ 1 വർഷം പ്രസിഡന്റ് പദവി വഹിച്ചു. തുടർന്ന് മുന്നണി ധാരണ പ്രകാരം കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം കൈമാറുകയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം ഏറ്റെടുക്കുകയുമായിരുന്നു. വണ്ണപ്പുറം PHC വികസനമടക്കം നിരവധി പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ച രാജീവ് ഭാസ്കരൻ 8ാം വാർഡിൽ നിന്നുമുള്ള ജനപ്രതിനിധിയാണ്. ഇന്ന് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ
ഭരണമുന്നണിയിൽ കേരള കോൺഗ്രസിന്റെ അപ്രതീക്ഷിത രാജിനീക്കം വരും ദിവസങ്ങളിൽ പല രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി തുറക്കും. പ്രിയ ഗുരുനാഥന് കണ്ണീരോടെ വിട. കഴിഞ്ഞ ദിവസം നിര്യാതനായ പ്രൊഫസർ ജോർജ് ജെയിംസിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ നിരവധി ശിഷ്യരാണ് തൊടുപുഴ കോപ്പറേറ്റീവ് കോളേജിൽ എത്തിയത്. SNDP യോഗ മൂലമറ്റം ശാഖയുടെ നേതൃത്വത്തിൽ 49ാമത് ഗുരുമന്ദിര വാർഷിക മഹാമഹം സംഘടിപ്പിച്ചു. യൂണിയൻ കൺവീനർ PT ഷിബു ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സാവിത്രി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിന് ശേഷം കലാപരിപാടികളും ഉണ്ടായിരുന്നു. SNDP യോഗം മൂലമറ്റം 756 നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ 49ാമത് ഗുരുമന്ദിര വാർഷിക മഹാമഹം സംഘടിപ്പിച്ചു. KK കുമാരൻ മേൽശാന്തിയുടെയും സജീവ് ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ വിവിധ ചടങ്ങുകൾ നടത്തി. തുടർന്ന് ശാഖാ പ്രസിഡന്റ് സാവിത്രി ബാലകൃഷ്ണൻ പതാക ഉയർത്തി. യൂണിയൻ കൺവീനർ PT ഷിബു പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മനോഹരമായ ഒരു ഗുരുമന്ദിരം നമുക്ക് പണിതു തന്നിരിക്കുന്നു. അതിന്റെ ചരിത്രവും എല്ലാം നമ്മളിവിടെ അടുത്ത 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇവിടെ അടുത്ത വർഷം ചായയുടെ 50ാം വാർഷികമാണ്. അപ്പം ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളത് സുവനീറായിട്ട് ഇവിടെ ഇറക്കുന്നതാണ്. നമുക്കറിയാം നമ്മുടെ ഗുരുമന്ദിരത്തിന്റെ ചരിത്രമെല്ലാം നമുക്കറിയാം. ശാഖാ പ്രസിഡന്റ് സാവിത്രി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നിർമ്മലൻ അമനക്കര പ്രഭാഷണം നടത്തി. KK മനോജ്, സ്മിത ഉല്ലാസ്, ശ്യാമള, വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം കലാപരിപാടികളും ഉണ്ടായിരുന്നു. വേദിയിൽ വെച്ച് കുങ്ഫു ദേശീയ ചാമ്പ്യന്മാരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന വോളണ്ടിയേഴ്സ് ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പരിശീലനം ആരംഭിച്ചു. കേരളത്തിൽ നിന്നുള്ള ടീം ലീഡറായി ഇക്കൊല്ലം ടീമിനെ നയിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഒരു സന്യാസിനിയാണെന്ന പ്രത്യേകതയുമുണ്ട്.
കമ്മലിത്ത സന്യാസിനി സമൂഹത്തിലെ അംഗമായ ഡോക്ടർ സിസ്റ്റർ നോയൽ റോസ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറാണ്. ജനുവരി 26-ാം തീയതി ഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കുന്ന വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരള നാഷണൽ സർവീസ് സ്കീമിനെ പ്രതിനിധീകരിച്ച് 12 വോളണ്ടിയേഴ്സും ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പരിശീലനം ആരംഭിച്ചു. കേരളത്തിൽ നിന്നുള്ള ടീം ലീഡറായി ഇക്കൊല്ലം ടീമിനെ നയിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഒരു സന്യാസിനിയാണെന്ന പ്രത്യേകതയുമുണ്ട്. കമ്മലിത്ത സന്യാസിനി സമൂഹത്തിലെ അംഗമായ ഡോക്ടർ സിസ്റ്റർ നോയൽ റോസ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറാണ്. 2 തവണ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ അവാർഡ് നേടി സംസ്ഥാന തലത്തിലേക്ക് സെലക്ഷൻ നേടിയ സിസ്റ്റർ NSSന്റെ ഇടുക്കി ജില്ലാ കോർഡിനേറ്ററുമാണ്. നമസ്കാരം. വളരെ ആവേശോജ്വലമായ പരേഡാണ് ഡൽഹിയിലെ കർത്തവ്യപഥിൽ റിപ്പബ്ലിക് ദിനത്തിൽ ജനുവരി 26-ാം തീയതി നടക്കുന്നത്. കേരളത്തിൽ നിന്ന് വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നായി 12 വോളണ്ടിയേഴ്സാണ് ഈ പരേഡിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പല നിലയിലുള്ള മത്സരങ്ങൾക്ക് ശേഷമാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ പരേഡിൻ്റെ പരിശീലനത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ കൊടും തണുപ്പാണ്. പുലർച്ചെ എഴുന്നേറ്റ് പരേഡിൽ കുട്ടികൾ പങ്കെടുക്കേണ്ടതുണ്ട്. 26-ാം തീയതി നടക്കുന്ന പരേഡിൽ മാത്രമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വസതിയിലും ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെ വസതിയിൽ നടക്കുന്ന വിരുന്നിലും ഈ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ ഇവർക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശീലനവും ഈ 1 മാസക്കാലം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് പോലെ കുട്ടികൾ വളരെ ആവേശത്തിലാണ്. രാജ്യത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയുമാണ് ഈ കൊടും തണുപ്പിൽ ഇത്തരം ഒരു പരിശീലനത്തിൽ പങ്കെടുക്കാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. ഡൽഹിയിൽ വർദ്ധിച്ചുവരുന്ന കൊടും തണുപ്പിനെ വകവയ്ക്കാതെ രാജ്യസ്നേഹവും ജനാധിപത്യബോധവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോളണ്ടിയേഴ്സ് കഠിനമായ പരിശീലനത്തിലാണ്. കേരളത്തിൽ നിന്ന് മഹാത്മാഗാന്ധി, കണ്ണൂർ, കാലിക്കറ്റ്, കേരള, KTU തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നും IHRDയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയേഴ്സാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത്. പരേഡിന് ശേഷം പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വസതികളിൽ വിരുന്നിന് അതിഥികളായി ഇവർ പങ്കെടുക്കും. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 200ഓളം വോളണ്ടിയേഴ്സാണ് NSSൽ നിന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ന്യൂഡൽഹി. ഇടുക്കിയുടെ ഒരുപറ്റം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ തമിഴ് ഹാസ്യ നടന്മാരെ അണിനിരത്തി കുമളി സ്വദേശിനി ലക്ഷണ ഋഷിയെ കേന്ദ്ര കഥാപാത്രമാക്കി പീരിമേടിന്റെ പ്രകൃതി മനോഹാരിതകളെ അഭ്രപാളികളിൽ പകർത്തി ചിത്രീകരിച്ച സ്വാമി ശരണം പാടുവോമെന്ന ഭക്തി സംഗീത ആൽബത്തിന്റെ പ്രകാശനം കുമളി ഹോളിഡേ ഹോബിൽ നടന്നു. പീരിമേഡ് MLA വാഴൂർ സോമൻ ആൽബത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഈ പുണ്യ ശബരിമല മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തർക്ക് ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ പാടി സ്തുതിക്കുന്നതിനായി ഇടുക്കിയുടെ ഒരുപറ്റം കലാകാരന്മാർ ചേർന്നാണ് സ്വാമി ശരണം പാടുവോം എന്ന ഭക്തി സംഗീത വീഡിയോ ആൽബം തയ്യാറാക്കിയിരിക്കുന്നത്. കുമളി സ്വദേശി ഡോക്ടർ SV ഋഷിയുടെ സംവിധാനത്തിൽ റെജി കുമളിയുടെ മനോഹര ശബ്ദ വീജികളിലൂടെയുള്ള ഓർക്കസ്ട്രേഷനും ക്യാമറയും ചേർന്നപ്പോൾ പരമ്പരാഗത ശബരിമല കാനനപാതയുടെ ദൃശ്യമനോഹാരിത ആൽബത്തിന് ചാരുതയേകി. തമിഴ് സിനിമാ രംഗത്തെ 10ഓളം ഹാസ്യ കലാകാരന്മാരെ അണിനിരത്തി തമിഴ് സിനിമയിലൂടെ ബാലതാരമായെത്തിയ ബേബി ലക്ഷണ ഋഷിയെ കേന്ദ്ര കഥാപാത്രമായാണ് സ്വാമി ശരണം പാടുവോം എന്ന ഭക്തിസാന്ദ്രമായ വീഡിയോ ആൽബം തയ്യാറാക്കിയിരിക്കുന്നത്. ഫ്ലവേഴ്സ് TV വിന്നറും വണ്ടിപ്പെരിയാർ മ്ലാമല സ്വദേശിനിയുമായ മേഘ്ന സുമേഷിന്റെ മാധുര്യ ശബ്ദത്തിലാണ് ആൽബത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത്. കുമളി ഹോളിഡേ ഹോം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആൽബത്തിന്റെ പ്രകാശന ചടങ്ങിൽ മാധ്യമപ്രവർത്തകനും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ജിക്കോ വളപ്പിൽ അധ്യക്ഷനായിരുന്നു. പ്രശസ്ത കോമഡി കലാകാരൻ ജയറാം വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം ആശംസിച്ചു. പീരിമേഡ് MLA വാഴൂർ സോമൻ ആൽബത്തിന്റെ പ്രകാശന കർമ്മം LED വാളിലൂടെ നിർവഹിച്ചു.
തുടർന്ന് ശബരിമല ക്ഷേത്രമാതൃകയിൽ സ്റ്റേജിൽ തയ്യാറാക്കിയതിനു മുമ്പിൽ ആൽബത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും വിശിഷ്ടാതിഥികളെയും സാക്ഷിയാക്കി ഇടുക്കിയുടെ സ്വന്തം പ്രശസ്ത സിനിമ സീരിയൽ അഭിനേതാവ് അനിൽ കെ ശിവറാം ഭദ്രദീപം കൊളുത്തി ആൽബം ഭക്തർക്കായി സമർപ്പിച്ചു. ചെറുപ്പക്കാരെടുത്തിരിക്കുന്ന അക്ഷീണ പ്രയത്നത്തെ അഭിനന്ദിച്ചേ മതിയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂപ്പർ അല്ലെങ്കിൽ ഗ്രേറ്റ്. എല്ലാ മേഖലയിലും പ്രത്യേകിച്ചും ഒരു വർക്കിന്റെ ഏറ്റവും ആദ്യം വേണ്ടത് അതിന്റെ തൂലികയാണ്, പേനയാണ്, എഴുത്താണ്. എത്ര മനോഹരമായ ലിറിക്സാണ്, അമേസിംഗ്. ആ ലിറിക്സ് അതിന് അനുയോജ്യമായ രീതിയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നു. ആ മ്യൂസിക്കിൽ പിറന്ന ഗാനം അതിന്റെ എല്ലാ ഹൃദയ വിശുദ്ധിയോടും വിശാലതയോടും കൂടി ആലപിച്ചിരിക്കുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി, കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു, കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന കോർഡിനേറ്റർ TC ഗോപാലകൃഷ്ണൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം, വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികൾ, കലാകാരന്മാർ തുടങ്ങിയവർ ഇടുക്കിക്കാരുടെ ശ്രമത്തിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് ആൽബത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ലക്ഷണ ഋഷി ആദരിച്ചു. നിരവധി പേർ സ്വാമിശരണം പാടുവം എന്ന ആൽബത്തിന്റെ പ്രകാശന കർമ്മത്തിൽ സന്നിഹിതരായിരുന്നു. VR വിജയൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിൽ മീറ്റിൽ ബഹളം. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കൗൺസിലർമാർ കൗൺസിൽ മീറ്റ് ബഹിഷ്കരിച്ചു. തൊടുപുഴ നഗരവും പ്രാന്തപ്രദേശങ്ങളും നാളിതുവരെ ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. അതിർത്തി കടന്ന് ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന മദ്യത്തിലും രാസലഹരികൾ ചേർക്കുന്നതായുള്ള നാട്ടുഭാഷ്യം വൻ ദുരന്തത്തിലേക്ക് കടക്കാൻ സാധ്യതയുളവാക്കുന്നു. തൊടുപുഴ പുഴയോരം റോഡ് ബൈപ്പാസിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. വണ്ണപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ദിവ്യ അനീഷ് വിജയിച്ചു. 17-അംഗ ഭരണസമിതിയിൽ 9 വോട്ട് ദിവ്യയ്ക്ക് ലഭിച്ചു. ദിവ്യ അനീഷ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തു. ഉല്ലാസയാത്രയിലൂടെ ഹിറ്റടിച്ച് തൊടുപുഴ KSRTC ഡിപ്പോ. കഴിഞ്ഞ വർഷം 86 സർവീസുകളാണ് ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി വിവിധ മേഖലകളിലേക്ക് തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് നടത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.